എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കടമ്പാട്ടുകോണം മുതൽ കല്ലമ്പലം വരെയുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. കല്ലമ്പലം മുതൽ കഴക്കൂട്ടം വരെയുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് ഐകാർഡിലും എൻഡ് സ്ക്രീനിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് കടമ്പാട്ടുകോണം ജംഗ്ഷനിൽ നിന്നാണ്. വീഡിയോ കൂടുതലും സർവീസ് റോഡ് വഴിയാണ് എടുത്തിരിക്കുന്നത്. പല ഭാഗങ്ങളും മഴയ്ക്ക് ശേഷം വെള്ളം കയറി വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമുക്ക് ഈ ഭാഗങ്ങളിലേക്ക് അപ്ഡേറ്റുകൾ കാണാം. കടമ്പാട്ടുകോണം ഒരു താഴ്ന്ന പ്രദേശമായതിനാൽ ഇവിടെ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് മണ്ണ് ഫില്ല് ചെയ്ത് ഉയർത്തിയതിന് ശേഷമായിരിക്കും മെയിൻ റോഡുകൾ നിർമ്മിക്കുന്നത്. സർവീസ് റോഡിൻ്റെ ചില ഭാഗങ്ങളിൽ വർക്കുകൾ നടന്നിട്ടുണ്ട്. മഴയ്ക്ക് ശേഷം വളരെ മന്ദഗതിയിലാണ് വർക്കുകൾ മുന്നോട്ട് പോകുന്നത്. കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള വീഡിയോ ചെയ്തപ്പോൾ 4-5 സ്ഥലങ്ങളിൽ മാത്രമാണ് ലേബേഴ്സിനെ കാണാൻ കഴിഞ്ഞത്. ഇവിടെ നിന്ന് നേരെ ഫാർമസി ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. ഇതിന് മുന്നേ ചെയ്ത വീഡിയോ വെച്ച് നോക്കുകയാണെങ്കിൽ പുതുതായി നടന്നിട്ടുള്ളത് ഇടത് സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണമാണ്. ക്രാഷ് ബാരിയറുകൾ കാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെഷീനുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നതായി കാണാം. ഇനി ഇവിടെ കുറച്ച് ദൂരം കൂടി ക്രാഷ് ബാരിയറുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നും നേരെ സർവീസ് റോഡിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഫാർമസി ജംഗ്ഷനിൽ 2 സൈഡിലെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ മെയിൻ റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്രാഷ് ബാരിയറുടെ നിർമ്മാണം മാത്രമാണ് ബാക്കിയുള്ളത്. 2 റോഡുകളുടെയും മധ്യഭാഗത്ത് വരുന്ന ക്രാഷ് ബാരിയറുകൾ റെഡിമെയ്ഡ് ബ്ലോക്കുകൾ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നും നേരെ 28-ാം മൈൽ ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. 28-ാം മൈൽ ജംഗ്ഷൻ ഉയർന്ന ഒരു പ്രദേശമാണ്. അതിന് മുന്നേ ഉള്ള ഭാഗവും താഴ്ന്ന പ്രദേശവും. ഇപ്പോൾ കാണുന്ന ആറിവാൾ ബ്ലോക്കിൻ്റെ വർക്ക് RKC കമ്പനിക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം നടന്നതാണ്. ഇപ്പോൾ അവിടെ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കുകളാണ് നടക്കുന്നത്. ഇവിടെ പിയറിൽ നിർമ്മിക്കുന്ന ഒരു അണ്ടർപാസ് ആണ് വരുന്നത്.
ഒരു സൈഡിലെ പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയും വർക്ക് വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇതിൽ സ്ഥാപിക്കാനുള്ള ഗർഡറുകളുടെ കാസ്റ്റിങ്ങും കഴിഞ്ഞതാണ്. ഈ അണ്ടർപാസിനോട് ചേർന്ന് തന്നെ ഒരു തോട് കടന്നു പോകുന്നുണ്ട്. ഇവിടെ കൾവർട്ടിൻ്റെ നിർമ്മാണം തുടങ്ങിയതാണ്, ഇതുവരെയും അത് പൂർത്തീകരിച്ചിട്ടില്ല. ഇവിടെ വയൽ പ്രദേശമാണ്. ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ വലിയ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ആറിവാൾ ബ്ലോക്കിൻ്റെ ഒരു ലെയർ നേരത്തെ തന്നെ സ്ഥാപിച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ മഴയിൽ സർവീസ് റോഡിൻ്റെ ഭാഗത്തും ആറിവാൾ ബ്ലോക്കിനകത്തെ ഭാഗത്തുമൊക്കെ വെള്ളക്കെട്ടായിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ അടിത്തറയ്ക്ക് എത്രത്തോളം ബലം ഉണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വാഹനങ്ങളൊന്നും കടന്നു പോകില്ല, കംപ്ലീറ്റായി ചെളിക്കുണ്ടായി കിടക്കുകയാണ്. കൂടാതെ ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും തുടങ്ങിയിട്ടില്ല. ഇനി ഇവിടുത്തെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം മാത്രമേ വർക്ക് പുരോഗമിക്കുകയുള്ളൂ. ഇവിടെ നിന്നും മുന്നോട്ട് 28-ാം മൈൽ ജംഗ്ഷനിലേക്ക് പോകാം. ഇവിടെ കുറച്ച് ഭാഗത്ത് റീറ്റെയിനിങ് വാളിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. ഇരുപത്തെട്ടാം മൈൽ ജംഗ്ഷനിൽ നിന്നും നേരെ പോകുന്നത് നാവായിക്കുളത്തേക്കാണ്. നാവായിക്കുളത്തിനും 28-ാം മൈൽ ജംഗ്ഷനും ഇടയ്ക്കായിട്ട് ഒരു അണ്ടർപാസ് നിർമ്മിക്കുന്നുണ്ട്. ഈ അണ്ടർപാസ് താഴ്ന്ന പ്രദേശത്താണ് നിർമ്മിക്കുന്നത്. ഇവിടെയും നേരത്തെ കണ്ടതുപോലെ ആറിവാൾ ബ്ലോക്കിൻ്റെ ഒരു ലെയർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും വളരെ താഴ്ന്ന പ്രദേശമാണ്, പെട്ടെന്ന് തന്നെ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലവും കൂടിയാണ്. ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിൽ സർവീസ് റോഡ് റെഡിയാക്കിയിട്ടില്ല. ഇവിടെയും വെള്ളക്കെട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പമ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷമേ മുന്നോട്ടുള്ള വർക്കുകൾ നടക്കുകയുള്ളൂ. ഇപ്പോൾ കാണുന്നത് 28-ാം മൈലിനും നാവായിക്കുളത്തിനും ഇടയ്ക്ക് നിർമ്മിക്കുന്ന അണ്ടർപാസ് ആണ്.
ഇവിടെ നിന്നും നേരെ നാവായിക്കുളത്തേക്ക് പോകാം. ഇവിടെയും കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെയും മണ്ണ് ഒരുപാട് കൊണ്ടിട്ട് ഫില്ല് ചെയ്ത് ഉയർത്തേണ്ട ആവശ്യകതയുണ്ട്. ഇപ്പോൾ കാണുന്നത് നാവായിക്കുളം ജംഗ്ഷനാണ്. നാവായിക്കുളം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് ദൂരം സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കൂടാതെ മെയിൻ റോഡിൻ്റെ ഒരു സൈഡിലെ ടാറിംഗ് വർക്കും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നാവായിക്കുളത്തിനും കല്ലമ്പലത്തിനും ഇടയ്ക്ക് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഇത് തട്ടുപാലത്തിലാണ് നിർമ്മിക്കുന്നത്. തട്ടുപാലത്ത് നിർമ്മിച്ച അണ്ടർപാസിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അണ്ടർപാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെയും ഒരു തോട് കടന്നു പോകുന്നുണ്ട്. ഈ തോടിൻ്റെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വരുന്ന സ്ഥലത്തുള്ള പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ വാഹനങ്ങൾ അതുവഴിയാണ് കടന്നു പോകുന്നത്. മെയിൻ റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് ഇപ്പോൾ നടക്കുകയാണ്. വളരെ സ്ലോയിലാണ് നടക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലുള്ളതുപോലെ തന്നെ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും നേരെ കല്ലമ്പലം ഭാഗത്തേക്ക് പോകാം. സർവീസ് റോഡ് കുറച്ച് ഭാഗത്ത് റെഡിയായിട്ടുണ്ട്. അതുവഴി പോയി നോക്കാം.
ഈ ഭാഗത്ത് റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട്. കൂടാതെ ബിറ്റുമിൻ ലിക്വിഡാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ടാറിങ് വർക്ക് ഉടനെ തന്നെ നടക്കുമായിരിക്കും. ഇവിടെയും മെയിൻ റോഡിൻ്റെ പകുതി ഭാഗത്ത് ഫസ്റ്റ് ലെയർ ടാറിങ്ങിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. ഇവിടെ മുതൽ കല്ലമ്പലം ജംഗ്ഷനിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടിരുന്നല്ലോ. ഇനി ഇവിടെ നിന്നും തിരിച്ച് ഇടത് സൈഡിലെ സർവീസ് റോഡിൻ്റെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് മെയിൻ റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയതായി കാണാം. ഇവിടെ കുറച്ച് ഭാഗത്ത് റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണത്തിന് തൊഴിലാളികൾ നിൽക്കുന്നതായി കാണാം. ഇത് തട്ടുപാലത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ മറു സൈഡിലെ കാഴ്ചയാണ്. നാവായിക്കുളം ജംഗ്ഷനിലെത്തുന്ന ഭാഗം വരെയും സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് കയറി 28-ാം മൈലിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിനടുത്തേക്ക് പോകാം. ഇവിടെ ഇടത് സൈഡിൽ നോക്കുകയാണെങ്കിൽ ആറിവാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതായി കാണാം. ഇത് RKC കമ്പനി ചെയ്തതാണ്. ഇപ്പോൾ പക്ഷേ അവിടെ ആരെയും കാണുന്നില്ല. ഇരുപത്തെട്ടാം മൈൽ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ഇടത് സൈഡിൽ റീറ്റെയിൻ വാളുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മണ്ണ് മാറ്റിയിരിക്കുന്നതായി കാണാം. അവിടെയും ഇപ്പോൾ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്.
ഈ ഭാഗമെല്ലാം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഉടൻ തന്നെ വർക്ക് പുരോഗമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇരുപത്തെട്ടാം മൈൽ ജംഗ്ഷൻ കഴിഞ്ഞ് ഇടത് ഭാഗത്ത് സർവീസ് റോഡിന് വേണ്ടിയുള്ള സ്ഥലം ക്ലീൻ ചെയ്ത് മെറ്റൽ വിരിച്ചിരിക്കുന്നതായി കാണാം. ഇവിടെയും ഇടത് സൈഡിൽ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം ആ ഏരിയ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡ് താഴ്ന്നാണ് പോകുന്നത്. ഇതുവഴി പോകുന്നവർ ദയവായി ശ്രദ്ധിക്കുക. റോഡിൻ്റെ 2 സൈഡുകളും റോഡിനോട് ചേർത്ത് തന്നെ മണ്ണ് ഇടിച്ച് മാറ്റിയിരിക്കുകയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നല്ല താഴ്ചയുണ്ട്. 2 സൈഡിലും റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ ബ്ലോക്കുകൾ കൊണ്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. നേരത്തെ കണ്ടതുപോലെ ഫാർമസി ജംഗ്ഷനിലെത്തുമ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നേരെ കടമ്പാട്ടുകോണം ജംഗ്ഷനിലെത്തി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള വീഡിയോ ആണ് നിങ്ങൾ ഈ 2-3 ദിവസങ്ങളിലായി കണ്ടത്. മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. മഴ ഒരു കാര്യമാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും വർക്ക് വളരെ സ്ലോയിലാണ് നടക്കുന്നത്. ഇനിയെങ്കിലും പുരോഗമിച്ചാൽ മാത്രമേ പറയുന്ന സമയത്ത് ഈ വർക്ക് തീരുകയുള്ളൂ. വർക്ക് നല്ലതുപോലെ മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ പ്രദേശത്തിനാവശ്യമായിട്ടുള്ള രീതിയിൽ ശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾ തന്നെ നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.